നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ ഭർത്താവിനെ പറ്റി വന്നപ്പോഴേ ഞാനൊരു സൂചന മാഡത്തിന് നൽകിയിരുന്നു. അയാളൊരു സൈക്കോപാത്താണ്. അയാൾ ഏത് നേരവും പ്രശ്നം ഉണ്ടാക്കാൻ എന്റെ പിന്നാലെ നടക്കുക. അയാളിപ്പോ ആ റോഡ് നിപ്പുണ്ട്. എവിടെ? അപ്പുറത്തെ കടയുടെ മുമ്പില്. അങ്ങള് വാടകയ്ക്ക് തരുന്ന വീടല്ലേ അമ്മേ, അതിലെന്താ തെറ്റ്? എങ്കില് അങ്ങനെ ആവട്ടെ. ഗിരിക്കൊരു ബുദ്ധിമുട്ടാവരുത്, അത്രേ ഞാൻ കരുതിയുള്ളൂ. എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? മീനാക്ഷി സമാധാനായിട്ടിരിക്കെ. കുഞ്ഞിനെ കണ്ടെത്താൻ അങ്കിളും സഹായിക്കാം. ഒരു കാര്യം പറയാനുണ്ട് മാഡം. പറഞ്ഞു. എന്നെ തിരക്കി ഇവിടെ ആര് വന്നാലും എന്നെ പറ്റിയുള്ള ഒരു വിവരവും ആർക്കും പറഞ്ഞു കൊടുക്കരുത്, പ്ലീസ് മാഡം. ഞാനെന്ത് പറഞ്ഞു കൊടുക്കാനാ? സാധാരണ ഇവിടെ താമസിക്കുന്നവരുടെ പാരന്റ്സ് വരും. അവരോട് ഇൻമേറ്റ്സിന്റെ കാര്യങ്ങള് എനിക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇതങ്ങനെയല്ല മാഡം. ഞാൻ ചിലരെ പേടിച്ച ഇവിടെ താമസിക്കുന്നത്. ഇവിടെ വന്നപ്പോ മുതൽ ഞാൻ മൈഥിലി ശ്രദ്ധിക്കുന്നു. തനിക്കെന്തോ പ്രശ്നമുണ്ട്. അതെന്നോട് തുറന്നു പറ. തുറന്നു പറഞ്ഞാല് അതിനുള്ള പരിഹാരങ്ങൾക്ക് ഞാനെ സഹായിക്കാം. താൻ തുറന്നു പറ. എന്റെ ഭർത്താവിനെ പറ്റി വന്നപ്പോഴേ ഞാനൊരു സൂചന മാഡത്തിന് നൽകിയിരുന്നു. അയാളൊരു സൈക്കോപാത്താണ്. അയാൾ ഏത് നേരവും പ്രശ്നം ഉണ്ടാക്കാൻ എന്റെ പിന്നാലെ നടക്കുക. അയാളിപ്പോ ആ റോഡ് നിപ്പുണ്ട്. എവിടെ? അപ്പുറത്തെ കടയുടെ മുമ്പില്. എങ്കിൽ എനിക്ക് അവനെ ഒന്ന് കാണണമല്ലോ. മാഡം വാ, ഞാൻ കാണിച്ചു തരാം. ആ ബുള്ളറ്റ് ചാരി നിൽക്കുന്നവനാ ആള്. കണ്ടിട്ട് അവൻ സൈക്കോ ആണെന്നൊന്നും തോന്നുന്നില്ല. ചെവി അടിച്ച് 2 അടി കിട്ടാത്തതിന്റെ കുഴപ്പാ. ഇവനൊക്കെ എങ്ങനെ തലേ വന്ന് കേറി? പറ്റിപ്പോയി മാഡം, ദുർവിധിയ. വിധിക്കായി കുറ്റം. ഇതൊക്കെ പാരന്റ്സിനെ വകവയ്ക്കാതെ ഓരോന്നും ചെയ്യുന്നതിന്റെ കുഴപ്പാ. അനുഭവിച്ചേ പറ്റൂ. അയ്യടാ, കുറുക്കനാവൻ കുറുക്കൻ. ഇങ്ങനെ കുറെ അവതാരങ്ങളും ഉണ്ട് ഭൂമിയില്. പേടിക്കൊന്നും വേണ്ട. അവൻ എന്ത് തരികിടയായിട്ട് ഇവിടെ വന്നാലും അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഞാൻ എത്ര കാലമായി ഈ ഹോസ്റ്റലിൽ ഇരിക്കുന്നു. ഇതിലും വലിയ വിളച്ചിലൊക്കെ ഞാൻ ഒതുക്കിയിട്ടുണ്ട്. നിന്ന് അവന് പേര് പിടിക്കും. പിടിക്കട്ടെ, വാ. എനിക്കൊന്ന് പുറത്തു പോണമായിരുന്നല്ലോ മാഡം. ആ യൂസ്ലെസിന്റെ കണ്ണിപ്പെടാതെ ഞാൻ എങ്ങനെ പോവും? അതിനാണോ പാട്? അതിനൊക്കെ ഉള്ള വഴി ഞാൻ ഉണ്ടാക്കിത്തരാം. ഇയാള് വാ. എന്താ അവിടെ തന്നെ നിൽക്കുന്ന? കേറി വാ. കറണ്ടൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം കാറ്റും മഴയൊക്കെ ആയിരുന്നല്ലോ. കറണ്ട് ഇല്ലാതെ വരുമോന്ന് ഞാൻ സംശയിച്ചിരുന്നു. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? വീട് മുറിയൊക്കൊന്ന് കേറി നോക്കുന്നേ. ഞാനിതൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നു.
ഒരു NGO ഓഫീസിലെ ക്ലർക്കിന്. നല്ല മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഞാൻ നോക്കാനേ വരില്ലായിരുന്നു. അത്യാവശ്യം പൊടിയും മാറായാലൊക്കെ കാണും. ഇന്നലെ ഞാനൊന്ന് കഴിപ്പിച്ചു, അത്രയേ ഉള്ളൂ. ബാക്കി എന്ത് വേണമെന്ന് പറഞ്ഞാ മതി, നമുക്ക് ഉടനെ ചെയ്യാം. എന്താ ഗിരി പറയുന്നത്? ഇതെന്ത് നല്ല വീടാ. മീനാക്ഷി എന്താ മിണ്ടാത്തെ? മുറികളോ അടുക്കളേക്കൊന്ന് കയറി കാണ്. ചെല്. ആ, എല്ലായിടവും കണ്ടോ? എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞല്ലോ ഗിരി, ഇത് ധാരാളോ. ഇത്രയും വലിയ വീടിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു. അലഞ്ഞു തിരിഞ്ഞു നടന്ന് നമുക്ക് കുഞ്ഞിനെ തിരക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് സ്വൈര്യമായിട്ട് അന്തി ഉറങ്ങാൻ ഒരിടം, അത്രയായിട്ടങ്ങ് കരുതിയാ മതി. വളരെ ഉപകാരം ഗിരി. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഞാനൊരു അന്യനാണെന്ന് തോന്നുമ്പോഴാണ് നന്ദിനിക്ക് ഇത്തരം വാക്കുകൾ വരുന്നത്. ഞാനൊരു അന്യനല്ല നന്ദിനി. എന്തായാലും ആ ഓർഫനേജില് ഒന്നിച്ചു വളർന്നവരല്ലേ നമ്മള്. ആ ഗിരി, ഇതിന് എത്ര വാടക? വാടകയോ? അതൊക്കെ എനിക്ക് വിട്ടേക്ക് നന്ദിനി. മോള് വിഷമിക്കണ്ട, കുഞ്ഞിനെ നമുക്ക് കണ്ടുപിടിക്കാം. ആ, ഞാനിപ്പോ വരവേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.